الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له الحق المبين وأشهد أن محمدا عبده ورسوله الصادق الأمين أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك وصلوات الله عليه وعلى آله والصحابة الطيبين الطاهرين الفائزين برضا الله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ما لكم لا ترجون لله وقارا സ്നേഹാദരണീയരായ വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗത്തിന്റെ അവകാശികളായി തീരാൻ ആത്മാർത്ഥമായി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് ചർച്ച ചെയ്യുന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു വിശ്വാസി നേടുന്ന അറിവുകളിൽ ഏറ്റവും ഉന്നതമായ അറിവാണ് അവന്റെ റബ്ബിനെ കുറിച്ചുള്ള അറിവ് എന്നതിൽ തർക്കമില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ അറിവിന്റെയും കഴിവിന്റെയും പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരു ഹദീസിലും സ്ഥിരപ്പെട്ട നാമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു പഠനമാണ് ഈ ക്ലാസുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ തിരുനാമങ്ങൾ ഏതെല്ലാമാണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അവ അറിയിക്കുന്ന തേട്ടങ്ങളും ഉദ്ദേശങ്ങളും എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് നമ്മൾ പകർത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തെല്ലാമാണ്? അവ പഠിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാണ്? അള്ളാഹുവിന്റെ നാമങ്ങൾ ചർച്ച ചെയ്താൽ നാം പഠിച്ചിരിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ ഏതൊക്കെയാണ്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും വരും ക്ലാസുകളിൽ നമ്മൾ ചർച്ച ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്ക് ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പ്രാധാന്യവും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രാഥമിക നിയമങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഉന്നതമായ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യം കൃത്യമായി നമ്മെ അറിയിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ പറയുകയാണ്, വഹിയ അസ്ലുൻ മിൻ ഉസൂലി തൗഹീദ്. തൗഹീദിന്റെ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഫിൽ അഖീദത്തിൽ ഇസ്ലാമിയ്യത്തിൽ ലിദാലിക ഫഹിയ റൂഹുൽ ഈമാനി വഅസ്ലുഹു വഗായതുഹു. ഇസ്ലാമിക അഖീദയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇത് വരാനുള്ള കാരണം ഈമാനിന്റെ ആത്മാവും അടിസ്ഥാനവും യഥാർത്ഥ ലക്ഷ്യവും അതാണ്.
ഫകുല്ലമ ഇസ്ദാദൽ അബ്ദു മഅരിഫത ബിഅസ്മാഇല്ലാഹി വസിഫാതിഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള അവന്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്തോറും ഇസ്ദാദ ഈമാനുഹു, അവന്റെ ഈമാനും വർദ്ധിക്കും. അള്ളാഹുവിന്റെ ഇസ്മുകളെ കുറിച്ച് അവന്റെ നാമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്തോറും നമ്മുടെ ഈമാനിന് വർധനമുണ്ടാകും. വഖവിയ യഖീനുഹു, അവന്റെ യഖീൻ ദൃഢവിശ്വാസം രൂഢമൂലമാകും എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വൽ ഇൽമു ബില്ലാഹി വഅസ്മാഇഹി വസിഫാതിഹി, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ നാമങ്ങളെ കുറിച്ചും അവന്റെ വിശേഷണങ്ങളെ കുറിച്ചുമുള്ള അറിവ് അഷ്റഫുൽ ഉലൂമി ഇൻദൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അറിവാണ്. വഅജല്ലുഹാ അലൽ ഇത്ലാഖ്, നിരുപാധികം ഏറ്റവും മഹത്വമുള്ള അറിവ് അതാണ്. ലിഅന്ന ശറഫൽ ഇൽമി ബിശറഫിൽ മഅലൂം, കാരണം അറിവിന്റെ മഹത്വം അറിയപ്പെടുന്നതിന്റെ മഹത്വം അനുസരിച്ചാണ്. എന്തിനെ കുറിച്ചാണോ അറിയുന്നത് അതിന്റെ മഹത്വം അനുസരിച്ച് അതിനെക്കുറിച്ചുള്ള അറിവിന്റെയും മഹത്വം കൂടും എന്നാണ്. ഖുർആനിനെ കുറിച്ചുള്ള അറിവ് നല്ല അറിവാണ്, കാരണം ഖുർആൻ മഹത്തായ ഗ്രന്ഥമാണ്. പ്രവാചകന്മാരെ കുറിച്ചുള്ള അറിവ് നല്ലൊരു കാര്യമാണ്, കാരണം പ്രവാചകന്മാർ മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ്. മലക്കുകളെ കുറിച്ചുള്ള പഠനം നല്ലൊരു അറിവാണ്, കാരണം മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ഒരിക്കലും എതിർ പ്രകടിപ്പിക്കാത്ത ഒരു പ്രത്യേകതരം സൃഷ്ടികളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അവന്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവ്, അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അറിവ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഇൽമു നാഫിഉ, ഉപകാരമുള്ള അറിവ് എന്ന് പറഞ്ഞാൽ യതളമ്മനു കുല്ലു ഇൽമിൻ യകൂനു ലിൽ ഉമ്മ ഫീഹി ഖൈറുൻ വസലാഹുൻ ഫീ മആശിഹാ വമആദിഹാ. ഒരു ഉപകാരമുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവന് ഉപകാരപ്പെടുന്ന എല്ലാ അറിവും, അവന്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പഠിക്കുന്ന മുഴുവൻ അറിവുകളും ഉൾപ്പെടുമെങ്കിലും വഅവ്വലു മാ യദ്ഖുലു ഫീ ദാലിക്, അതിൽ ഒന്നാമതായി പ്രവേശിക്കുന്നത് അൽ ഇൽമു ബി അസ്മാഇല്ലാഹി വസിഫാതിഹി വഅഫ്ആലിഹി. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അങ്ങനെയാ പറഞ്ഞത്. എല്ലാ അറിവും ഒരു വിശ്വാസി നേടാൻ ശ്രമിക്കണമെങ്കിലും അതിൽ ഒന്നാമതായി അവൻ പഠിച്ചിരിക്കേണ്ട അറിവ് അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബിനെ കുറിച്ചുള്ള, അവന്റെ നാമങ്ങളെ കുറിച്ചുള്ള, അവന്റെ വിശേഷണങ്ങളെ കുറിച്ചുള്ള അറിവാണ്. ഫഇന്നൽ ഇൽമ ബിദാലിക അൻഫഉൽ ഉലൂം, കാരണം അറിവുകളിൽ ഏറ്റവും ഉപകാരമുള്ള അറിവ് അതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ ഹയാത ലിൽ ഖുലൂബി വലാ നഈമ വലാ ലദ്ദത വലാ സുറൂറ വലാ അമാന വലാ തുമഅനീനത ഇല്ലാ ബിഅൻ തഅരിഫ റബ്ബഹാ വമഅബൂദഹാ വഫാതിറഹാ ബിഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി. അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ചും അവന്റെ വിശേഷണങ്ങളെ കുറിച്ചും അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിഞ്ഞുകൊണ്ട് റബ്ബിനെ മനസ്സിലാക്കാതെ ഒരു മനുഷ്യനും അവന്റെ മനസ്സിന് സമാധാനം ലഭിക്കുകയില്ല, ശാന്തി ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഒരൊറ്റ വാചകം കൂടി അതുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്താം. പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന മഅരിഫത്തല്ലാഹി തആല തദ്ഉ ഇലാ മഹബ്ബതിഹി, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള പഠനം അവനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും, അള്ളാഹിനെ കുറിച്ചുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിൽ അധികരിപ്പിക്കും എന്ന്. അതോടൊപ്പം തന്നെ വഖശിയതിഹി, അവനെ കുറിച്ചുള്ള പേടി അധികരിപ്പിക്കും. വഖൗഫിഹി വർജാഇഹി, അവനിൽ പ്രതീക്ഷയും ഭയവും ഉണ്ടാക്കും. വമുറാഖബതിഹി, എപ്പോഴും റബ്ബ് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം അള്ളാഹിന്റെ നാമങ്ങളെ കുറിച്ച് പഠിച്ചാൽ അവന്റെ മനസ്സിൽ വരും. ഇഖ്ലാസിൽ അമലി ലഹു, ചെയ്യുന്ന ഏത് കർമ്മത്തിലും അവന് ഇഖ്ലാസ് ഉണ്ടാകും, ആത്മാർത്ഥതയുണ്ടാകും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, തൗഹീദിന്റെ 3 ഇനങ്ങളും അസ്മാഉല്ലാഹി വസിഫാതിഹിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്നതാണ് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ 1/3 യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചും അവന്റെ വിശേഷണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള അധ്യാപനമായിരുന്നു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന ദഅവത്തുർ റുസുലി തദൂറു അലാ സലാസതി ഉമൂർ, പ്രവാചകന്മാരുടെ പ്രബോധനം 3 കാര്യങ്ങളിലാണ് കറങ്ങിക്കിടക്കുന്നത്. തഅരീഫുർ റബ്ബിൽ മദ്ഉ ഇലൈഹി ബിഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി, അതിൽ ഒന്നാമത്തേത് റബ്ബിലേക്ക്, അവന്റെ നാമങ്ങളിലേക്ക്, അവന്റെ വിശേഷണങ്ങളിലേക്ക്, അവന്റെ പ്രവർത്തനങ്ങളിലേക്കുള്ള ക്ഷണമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട്
നമുക്ക് ഖുർആൻ പരിശോധിച്ചാൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറെ തവണ അവന്റെ നാമങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വൽ ഖുർആനു ഫീഹി മിൻ ദിക്രി അസ്മാഇല്ലാഹി വസിഫാതിഹി വഅഫ്ആലിഹി അക്സറു മിമ്മാ ഫീഹി മിൻ ദിക്രിൽ അക്ലി വശുർബി വന്നിക്കാഹി ഫിൽ ജന്നah. സ്വർഗത്തിൽ തിന്നുന്ന, സ്വർഗത്തിൽ കുടിക്കുന്ന, സ്വർഗത്തിൽ ഇണകളുമായി സമയം ചെലവഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിലേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക് കിട്ടുന്ന സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നേടാൻ അവൻ അവന്റെ നാമങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം എന്നാണ് അതിലേക്ക് സൂചന നൽകുന്നത് എന്നാണ്. സഹോദരങ്ങളെ, ഒറ്റ കാര്യം കൂടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, ഇഹലോകത്ത് ഒരാൾക്ക് സന്തോഷം കിട്ടുന്നത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിലൂടെയും പരലോകത്ത് അള്ളാഹു അവന് സന്തോഷം നൽകുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലൂടെയുമാണ് എന്നാണ്. അതുകൊണ്ട് ഇഹലോകത്ത് നമുക്ക് സന്തോഷം കിട്ടാൻ, നമുക്ക് സമാധാനം ലഭിക്കാൻ അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ നാമങ്ങളെ കുറിച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കുക. എങ്കിൽ പരലോകത്ത് സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായ ലിഖാഉ റബ്ബിഹ്, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തുൽ കുർസി ആയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞത്, അതിൽ അള്ളാഹുവിന്റെ 5 നാമങ്ങളും 20-ലധികം വിശേഷണങ്ങളും ഉണ്ടായതുകൊണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിലെ 30 ജുസ്കളിലെ 6000-ലധികം വരുന്ന ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് അഅ്ലമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അള്ളാന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും മഹത്തായ ആയത്ത് ആയത്തുൽ കുർസി ആയതിനുള്ള കാരണം എന്താണ്? ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിന്റെ 5 നാമങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ 20-ലധികം വിശേഷണങ്ങളുമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്തുൽ ഫാത്തിഹയാണ്. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തായി മാറിയത്? ആ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിന്റെ 5 നാമങ്ങൾ വരുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആ സൂറത്ത് ഏറ്റവും മഹത്തായ സൂറത്തായത്. അവന്റെ വിശേഷണങ്ങൾ എമ്പാടും അതിൽ ചർച്ച ചെയ്യുന്നുമുണ്ട്. ഖുർആന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ നാമങ്ങളാണ് അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. കുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു എന്നും അഹദ് എന്നും സമദ് എന്നും ഒക്കെയുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ അതിൽ വരുന്നത് കൊണ്ടാണ് ഖുർആന്റെ 1/3 സ്ഥാനത്തേക്ക് അത് എത്തിയത് എന്നൊക്കെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിനാൽ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവ് നേടിയില്ലെങ്കിൽ റബ്ബിനെ അടുത്തറിയാൻ നമുക്ക് സാധിക്കുകയില്ല. റബ്ബിനെ അടുത്തറിയാതെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനും കഴിയൂല. എന്തുകൊണ്ടാണ് പിഴച്ച കക്ഷികളൊക്കെ പിഴച്ചുപോയത്? ഖുർആൻ 3 സ്ഥലത്ത് ഒരേ കാരണം പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് പിഴച്ചുപോയ ഏത് കക്ഷികളെ എടുത്തു നോക്കിയാലും അവർ പിഴച്ചു പോകാനുള്ള, വ്യതിചലിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം ഇതാണ്. ഏത്? ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 74 പറഞ്ഞു, മാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അവർ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, തീർച്ചയായും അല്ലാഹു ശക്തിയുള്ളവനും പ്രതാപശാലിയുമാണ്. അള്ളാനെ അറിയേണ്ട വിധത്തിൽ അറിയാത്തത് കൊണ്ടാണ് ജനങ്ങൾ പിഴച്ചു പോയത് എന്ന് സൂറത്തുൽ ഹജ്ജിലെ 74 അള്ളാഹ് പറഞ്ഞുവെങ്കിൽ അതേ കാര്യം സൂറത്തുൽ അൻആമിലെ 91 സൂറത്തു സുമറിലെ 67 ആവർത്തിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അള്ളാഹുവിനെ അറിയേണ്ട വിധം അവർ അറിഞ്ഞിട്ടില്ല, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ട വിധം അവർ പഠിച്ചില്ല. വിശ്വാസികളെ, ആ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഏത് കൂട്ടത്തിൽ? അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയാത്തവരിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. കാരണം നമ്മളൊക്കെ ഭൗതികമായി നോക്കുമ്പോൾ എന്തും ചോദിച്ചറിഞ്ഞ് ഉറപ്പുവരുത്തിയിട്ടാ വാങ്ങുക, അല്ലെ? ഒരു കടയിൽ പോയി സോപ്പ് വാങ്ങുകയാണെങ്കിൽ പോലും ഏറ്റവും നല്ല സോപ്പ് ഏതാ നോക്കി നമുക്ക് ഇഷ്ടപ്പെടുന്ന അതിന്റെ മണം കൊണ്ടും അതുപോലെ തന്നെ ഗുണം കൊണ്ടും ഒക്കെ നമുക്ക് പറ്റുന്നത് ഏതാന്ന് നോക്കിയിട്ട് നമ്മൾ സോപ്പ് തിരഞ്ഞെടുക്കുള്ളൂ, പേസ്റ്റ് തിരഞ്ഞെടുക്കുള്ളൂ. ഏതൊരു വസ്തു വാങ്ങുകയാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചു പഠിക്കും. നമ്മുടെ മക്കളെ ഒരു കോഴ്സിന് ചേർക്കുമ്പോൾ, ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുക? ഏറ്റവും ക്വാളിറ്റിയുള്ള, നമുക്ക് നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ ഫീസിന്റെ ആനുകൂല്യമുള്ള സ്ഥലമാണോ എന്നൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കും. എന്നാൽ എന്തുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു പഠിക്കുന്നില്ല?
അതാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത്. സൂറത്ത് നൂഹിലെ 13-ാമത്തെ ആയത്ത് എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനമാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി മനുഷ്യരെ? ലാ തർജൂന ലില്ലാഹി വഖാറാ. അള്ളാഹുവിന്റെ കാര്യത്തിന് നിങ്ങളൊരു ഗാംഭീര്യം കൊടുക്കണില്ലല്ലോ. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കാൻ, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് പഠിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല എന്നടക്കം ഈ ആയത്തിന്റെ ചോദ്യത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന് വിശ്വാസികളെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പൊതുവെ നമ്മുടെ കേരളത്തിലുള്ള പഠനത്തിൽ വളരെ കുറഞ്ഞ സ്ഥാനമുള്ള ഒന്നാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള പഠനം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്ന അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള ഈ പഠനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കണം, നമുക്ക് തഖ്വ വർദ്ധിപ്പിക്കണം. കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അവന്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവാണ്. എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അവന്റെ നാമങ്ങളെ കുറിച്ചുള്ള, ഇസ്മുകളെ കുറിച്ചുള്ള അറിവാണ്. കാരണം അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവും പഠനവും നമ്മുടെ മനസ്സിൽ അവനെ കുറിച്ചുള്ള ബഹുമാനവും സ്നേഹവും ആദരവും നട്ടുപിടിപ്പിക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും അവന്റെ ശിക്ഷയെ പറ്റിയുള്ള ഭയവും നമ്മുടെ മനസ്സിൽ നേടിത്തരും. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നവർക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ ആടിയുലയാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കും, ആത്മാർത്ഥമായി ക്ഷമിക്കാൻ കഴിയും. ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ മതിമറന്നാഹ്ലാദിക്കാതെ നന്ദിയുള്ളവരാകാൻ സാധിക്കും. ആർക്ക്? അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുന്നവർക്ക്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു 8-10 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ മുതൽ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മുടെ അറിവിന്റെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആഴത്തിൽ നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രാഥമികമായ പാഠങ്ങളിലെ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അത്യുത്തമമായ നാമങ്ങളാണ്. ഒരാളുടെ നാമത്തോടും സാദൃശ്യം പുലർത്താത്ത, അള്ളാഹുവിന്റെ നാമങ്ങളുടെ അവിടേക്ക് ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത വിധം ഉത്തമമായ ഉത്കൃഷ്ടമായ നാമങ്ങളാണ് അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും. ഖുർആൻ 4 സ്ഥലത്താണ് ആ കാര്യം പറയുന്നത്. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് ചേർത്തി പറഞ്ഞപ്പോൾ പറഞ്ഞത് അൽ ഹുസ്ന, ഉത്തമമായ നാമങ്ങൾ. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹു എന്നോ റഹ്മാൻ എന്നോ വിളിച്ചുകൊള്ളുക. നിങ്ങൾ എന്ത് വിളിച്ചാലും, അള്ളാഹുവിന്റെ നാമങ്ങളെ ഏത് നാമം കൊണ്ട് അവനെ വിളിച്ചാലും, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന്റെ എല്ലാ നാമങ്ങളും ഉത്തമമായ നാമങ്ങളാണ്. അള്ളാന്റെ ഏത് നാമം എടുത്താലും അൽ ഹുസ്ന, ഉത്തമമായ നാമങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 180-ൽ അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനാകുന്നു അത്യുത്തമമായ നാമങ്ങളുള്ളത്. റബ്ബിന് മാത്രമാണ് ഏറ്റവും നല്ല നാമങ്ങളുള്ളത്, പേരുകളുള്ളത്. ഖുർആനിന്റെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് അത്യുത്തമമായ നാമങ്ങളുണ്ട്. അള്ളാഹുവിന് ഉത്തമമായ ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. ഖുർആന്റെ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനാകുന്നു അത്യുത്തമമായ നാമങ്ങൾ ഉള്ളത്. പിന്നെ കുറെ നാമങ്ങളും അതിൽ വരുന്നുണ്ട്. അതൊക്കെ വരും ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ചക്കെടുക്കും. എനിക്ക് ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഫലേച്ഛയോടെ റബ്ബിലേക്ക് അടുക്കാൻ കൊതിച്ചുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളതെങ്കിൽ, അങ്ങനെ ആകണം നമ്മുടെ മനസ്സ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഉത്തമമായ നാമങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതിന് 4 ആയത്തുകൾ ഞാൻ പറഞ്ഞു. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 110, 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 180,
20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 8, 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 24. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും തൗഖീഫിയ ആകുന്നു. തൗഖീഫിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും സ്ഥിരപ്പെട്ടത് ഏതാണോ അതിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടവ. നമ്മുടെ വക ഒരു നാമം ഉണ്ടാക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറയാണ്, അബൂ ഇസ്ഹാഖ് അൽ കുശൈരി ഹിജ്റ 465 മരണപ്പെട്ടിട്ടുള്ള അബൂ ഇസ്ഹാഖ് അൽ കുശൈരി റഹിമഹുല്ല പറഞ്ഞു, അൽ അസ്മാഉ അല്ലാഹുവിന്റെ നാമങ്ങൾ തൂഖദു തൗഖീഫിയൻ മിനൽ കിതാബി വസ്സുന്ന വൽ ഇജ്മാ. ഖുർആനിലും ഹദീസിലും മുസ്ലിം ലോക പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞതുമായ പേരുകളിൽ പരിമിതപ്പെടുത്തണം. ഫകുല്ലു ഇസ്മിൻ വറദ ഫീഹിമാ വജബ ഇത്ലാഖുഹു ഫീ വസ്ഫിഹി വമാ ലം യരിദ് ലാ യജൂസു വലൗ സഹ മഅനാഹു. അർത്ഥം ശരിയായതാണെങ്കിലും അള്ളാഹുവിന് ഖുർആനിലും ഹദീസിലും വരാത്തൊരു നാമം ഇട്ടുകൊടുക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഏതുപോലെ ഇപ്പോ അള്ളാഹു തന്ത്രം പ്രയോഗിക്കും, അള്ളാഹു യംകുറു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യംകുറു, അള്ളാഹ് തന്ത്രം പ്രയോഗിക്കും എന്ന നമ്മുടെ വക മാക്കിർ, തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നൊരു പേര് അള്ളാഹുവിന് കൊടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു പേര് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. അപ്പൊ അള്ളാഹുവിന് ഇല്ലാത്തൊരു നാമം ഇട്ടുകൊടുക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും തൗഖീഫിയ ആകുന്നു, ഖുർആനിലും ഹദീസിലും വന്നവയിൽ പരിമിതപ്പെടുത്തേണ്ടവ ആകുന്നു എന്നതാണ് രണ്ടാമത്തെ ഒരു നിയമമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന് ഇല്ലാത്ത, അവൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, അവന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പേരിടൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാലായിരിക്കും അതിന്റെ ഗൗരവം നമുക്ക് വേഗം മനസ്സിലാക്കുക. റഷീദ് എന്ന അള്ളാഹുവിന് പേരില്ല. അപ്പൊ അബ്ദുൾ റഷീദ് എന്ന് പേരിടാൻ പാടില്ല. കാരണം റഷീദ് എന്നൊരു നാമം അള്ളാഹുവിന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നാസിർ എന്നൊരു നാമം അള്ളാഹുവിന് വന്നിട്ടില്ല. അബ്ദുൽ നാസിർ എന്ന് പേരിടാൻ പാടില്ല. സത്താർ എന്നൊരു പേര് റബ്ബിന് വന്നിട്ടില്ല. അബ്ദുൽ സത്താർ എന്ന് പേരിടാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അടിമ എന്നാണല്ലോ അബ്ദു എന്ന് പറഞ്ഞ അർത്ഥം. അള്ളാഹുവിന്റെ നാമത്തിലേക്കല്ലാതെ ഒരു പേരിലേക്ക് അബ്ദു ചേർത്താൽ വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമമായി ഖുർആനിൽ വരാത്ത, ഹദീസുകളിൽ വരാത്ത ഒന്നും അവന്റെ നാമമായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. റഷീദ്, നാസിർ, സത്താർ പോലുള്ളവ ഉദാഹരണമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അവ മുൻനിർത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം പുണ്യം കിട്ടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അതിന്റെ അർത്ഥവും ആശയവും വെച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യവുമായി ബന്ധപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് റബ്ബിന് ഇഷ്ടം. ഉദാഹരണമായിട്ട്, ഗഫൂറായ റബ്ബേ എന്റെ പാപങ്ങൾ പൊറുക്കണേ, വഹാബായ അള്ളാഹുവേ എനിക്ക് സന്താനങ്ങളെ തരണേ, റഹ്മാനായ റബ്ബേ എന്നോട് കരുണ കാണിക്കണേ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണോ ആശയമുള്ളത് ആ ആവശ്യത്തിന് വേണ്ടി ആ നാമങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കൽ നല്ലതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 180 അല്ലാഹ് പറയുകയാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് അത്യുത്തമമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, അവ കൊണ്ട് നിങ്ങൾ റബ്ബിനോട് തേടിക്കൊള്ളുക. നാമങ്ങൾ മുൻനിർത്തി റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാന്റെ നാമങ്ങൾ മുൻനിർത്തിയിട്ട് തവസ്സുലാക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. തവസ്സുലിൽ അനുവദിച്ചിട്ടുള്ളതും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതുമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നത്. യാ ഹയ്യ് യാ ഖയ്യൂം എന്നൊക്കെ വെച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നർത്ഥം. അപ്പൊ 3 കാര്യങ്ങളായി. ഒന്ന്, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഉത്തമമായ നാമങ്ങളാണ്. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ നാമങ്ങൾ തൗഖീഫിയ അഥവാ ഖുർആനിലും ഹദീസിലും വന്നവയിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടവയാണ്. 3, അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കൽ നല്ല കാര്യമാണ്. നാലാമത്തേത്, അള്ളാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട്. ഇഹ്സാ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ നാമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി മനഃപ്പാടമാക്കി പറയാൻ കിട്ടുക. അള്ളാന്റെ നാമങ്ങൾ ഓരോന്നും ഇങ്ങനെ മനഃപ്പാടമാക്കിയിട്ട് ഇങ്ങനെ പറയുക. ഇഹ്സായിന് 3 കാര്യമാണ്. അത് ഒന്ന്, മനഃപ്പാടമാക്കി പറയുക. 2, അവയുടെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളുക. ആ നാമങ്ങളിൽ വന്നിട്ടുള്ള ആശയം, അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുക. 3, ആ നാമങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇത് 3 ഉണ്ടെങ്കിൽ അവൻ ഇഹ്സാ ചെയ്തു എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 2736 നമ്പർ ഹദീസാണ്.
അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലില്ലാഹി 99 ഇസ്മാ മിഅതൻ ഇല്ലാ വാഹിദ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 101 കുറവ്. അത്രേ ഉള്ളൂ എന്നല്ല, അത് വേറെ വരുന്നുണ്ട്. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 101 കുറവ്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന. മൻ അഹ്സാഹാ, ആരെങ്കിലും അതിനെ ഇഹ്സാ ചെയ്താൽ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അല്ലാഹു ഇഹ്സായിലൂടെ സ്വർഗം വാങ്ങുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്താ ഇഹ്സാ എന്ന് പറഞ്ഞാൽ? പേരുകൾ പറയുക അഥവാ മനഃപ്പാടമായി കിട്ടുക, അതുപോലെ തന്നെ അതിൽ ആശയം ഉൾക്കൊള്ളുക, അവ മുൻനിർത്തി പ്രാർത്ഥിക്കുക. ഈ മൂന്നുണ്ടോ സ്വർഗമുണ്ട് എന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, വഹി അനുസരിച്ച് മാത്രം ദീൻ പഠിപ്പിച്ച നമ്മുടെ നേതാവ് നബിയുന വ ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അഞ്ചാമത്തെ കായിദ, നിയമം. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങൾ ഇത്ര എണ്ണമുള്ളൂ എന്ന് ക്ലിപ്തപ്പെടുത്താൻ പാടില്ല. ഇത്ര എണ്ണമേ ഉള്ളൂ എന്ന് കൃത്യമായി പറയാൻ പാടില്ല. എത്രയാണ് നമുക്കറിയാത്ത അത്രയുമുണ്ട്. നമുക്കറിയാത്തത്ര വ്യാപകമായ നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. ഈ 99ന്റെ കാര്യം എന്താണ്? ഇപ്പൊ ഒരാൾ പറയാണ്, എൻ്റെ അടുത്തൊരു 1000 രൂപ ഉണ്ട്, ഞാനത് പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന്റെ അർത്ഥം അയാളോടത്ത് ആകെ 1000 രൂപയേ ഉള്ളൂ എന്നാണോ? പാവങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച 1000 രൂപ ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം. എന്ന പോലെ ഇഹ്സാ ചെയ്താൽ സ്വർഗം കിട്ടുന്ന 99 നാമങ്ങളുണ്ട്. അല്ലാതെ 99 നാമങ്ങളെ ഉള്ളൂ എന്നതിനർത്ഥമില്ല. കാരണം ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടവ തന്നെ 100-ലധികം എത്രയോ ഉണ്ട്. ഇനി നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലാത്ത നാമങ്ങളും അള്ളാഹുവിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതെങ്കിലും ഒരാൾക്ക് വിഷമവും ദുഃഖവും വന്നു, മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങേറ്, ടെൻഷൻ, എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ബേജാറ്, മാ അസ്വാബ അഹദുൻ ഖത്ത് ഹമ്മുൻ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ, ദുഃഖമോ വിഷമമോ ഏതെങ്കിലും ഒരാൾക്ക് പിടികൂടിയാൽ, ഫഖാല, അവൻ ഇപ്രകാരം പറഞ്ഞാൽ. ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത ഞാൻ അവസാനം പറയാം. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. അർത്ഥം പറയാ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ ഒരു അടിമയാണ്, വബ്നു അബ്ദിക, നിന്റെ അടിമയുടെ മകനാണ്, വബ്നു അമതിക, നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്, നാസിയതി ബിയദിക, എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്, മാലിൻ ഫീ ഹുക്മുക, എന്റെ ജീവിതത്തിൽ നടക്കുന്ന മുഴുവൻ വിധികളും, നീ നടപ്പിലാക്കുന്ന മുഴുവൻ വിധികളും നിന്റേതാണ്, അദ്ലുൻ ഫീ ഖളാഉക, എല്ലാം നീതിപൂർവകമാണ്, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിന്റെ എല്ലാ നാമങ്ങളെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഏതൊക്കെയാണ് ആ നാമങ്ങൾ? സമ്മൈത ബിഹി നഫ്സക, ഒന്നുകിൽ നീ നിനക്കിട്ട പേരുകളാണ്, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ അടിമകളിൽ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങളാണ്, ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലെങ്കിൽ ഗ്രന്ഥത്തിലൂടെ നീ അവതരിപ്പിച്ച നിന്റെ നാമങ്ങളാണ്, ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അല്ലെങ്കിൽ നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ ഒളിപ്പിച്ചു വെച്ച, സൂക്ഷിച്ചു വെച്ച, ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത നിന്റെ നാമങ്ങളാണ്. ഇങ്ങനെ പല ടൈപ്പ് നാമങ്ങളും അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിനിട്ട നാമങ്ങൾ, പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച നാമങ്ങൾ, വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ച നാമങ്ങൾ, ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത നാമങ്ങൾ. അതൊക്കെ മുൻനിർത്തി റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ, എന്റെ വിഷമം ഇല്ലാതെയാക്കുന്നതാക്കണേ, എന്റെ എല്ലാ ടെൻഷനും മാറ്റുന്നതാക്കണേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ റസൂലുള്ള പറയുകയാണ്, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, അവന്റെ ദുഃഖവും വിഷമവും അല്ലാഹു നീക്കിക്കളയാതിരിക്കില്ല, വഅബ്ദലഹു മകാനഹു ഫറജാ, തൽസ്ഥാനത്ത് അല്ലാഹു അവന് സമാധാനം നിറച്ചു കൊടുക്കാതിരിക്കില്ല. സുഹൃത്തുക്കളെ, ഈ പ്രാർത്ഥനയെ കുറിച്ച് പണ്ഡിതന്മാർ പറയാണ്, ഈ പ്രാർത്ഥനയിൽ 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്റെ ജീവിതത്തിൽ
ഞാൻ അങ്ങേയറ്റം ദുർബലനാണ്, ഞാൻ അടിമയാണ്, അടിമയുടെ മകനാണ് എന്ന് സമ്മതിച്ചു കൊടുക്കൽ. 2, അള്ളാഹുവിന്റെ വിധിയിലും തീരുമാനത്തിലും തൃപ്തിപ്പെടൽ. ഒക്കെ പടച്ചോനെ നിന്റെ തീരുമാനമാണ്. 3, അള്ളാന്റെ നാമങ്ങളെ മുൻനിർത്തൽ. 4, അള്ളാന്റെ ഖുർആനിനെ പരിഗണിക്കൽ. അതുകൊണ്ട് തന്നെ അവന്റെ വിഷമം അള്ളാഹു കൊണ്ട് നീക്കി കൊടുക്കും. ഹദീസിന്റെ അവസാനം എന്താണെന്നറിയോ? ഈ പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചപ്പോഴേ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹാ, റസൂലേ ഞങ്ങളും ഈ പ്രാർത്ഥന പഠിച്ചോട്ടെ, ഞങ്ങളും ഈ പ്രാർത്ഥന പഠിക്കട്ടെ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ബലാ, അതെ പഠിച്ചോളൂ. യംബഗി ലിമൻ സമിഅഹാ അയതഅല്ലമഹാ, ഈ പ്രാർത്ഥനയെ കുറിച്ച് കേട്ടവരൊക്കെ പഠിക്കൽ നിർബന്ധാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ കേട്ടാൽ പഠിക്കൽ നിർബന്ധം എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, അതിതാണ്. എങ്ങനെ? ഒരു പ്രാർത്ഥനയെ കുറിച്ച് കേട്ടാൽ പിന്നെ ആ പ്രാർത്ഥന പഠിക്കൽ നിർബന്ധമായി എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രാർത്ഥനയെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ, അത് ഈ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുള്ളത് എന്താണ്? അല്ലാഹുവേ, നിന്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് തേടുകയാണ്. നീ നിനക്കിട്ട നാമങ്ങൾ, നീ നിന്റെ സൃഷ്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ, നീ നിന്റെ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ച നാമങ്ങൾ, നീ ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠമുണ്ട്. അള്ളാഹു നമുക്ക് അറിയിച്ചു തരാത്ത നാമങ്ങളും അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് ഇത്ര നാമങ്ങളെ അള്ളാഹുവിനുള്ളൂ എന്ന് കൃത്യമായി പറയാൻ പാടില്ല എന്നാണ് നാം പറഞ്ഞതിന്റെ ചുരുക്കം. പണ്ഡിതന്മാരുടെ ഒരു വാചകം ഇപ്രകാരം നമുക്ക് കാണാം, ഇത്തഫഖൽ ഉലമാഉ, പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്, അല അന്ന ഹാദൽ ഹദീസി, നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഏത് 99 നാമങ്ങൾ ഇഹ്സാഹ് ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ നാമുണ്ടല്ലോ, ലൈസ ഫീ ഹസ്രിൽ അസ്മാഇഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ നാമങ്ങൾ ഇത്രയുള്ളൂ എന്ന് ചുരുക്കി പറയാനുള്ള നാമങ്ങളല്ല, ഹദീസ് അല്ല അത്. ഫലൈസ മഅനാഹു അന്നഹു ലൈസ ലഹു അസ്മാഉ ഗൈരി ഹാദിഹി 99, 99 നാമങ്ങളല്ലാത്തൊരു നാമം അള്ളാഹുവിനില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് ഒരിക്കലും ഒരാളും മനസ്സിലാക്കാൻ പാടില്ല. മറിച്ച് ഇഹ്സാഹ് ചെയ്താൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ച 99 നാമങ്ങളാണ് ഉള്ളത്. അള്ളാന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന 6ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുക എന്നത് ഗുരുതരമായ തെറ്റാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഇൽഹാദ് ചെയ്യുക, കൃത്രിമം കാണിക്കുക എന്നത് ഒരിക്കലും അനുവദനീയമല്ല. എന്താണ് ഈ കൃത്രിമം കാണിക്കൽ? ഇൻഷാ അല്ലാഹ് പറയാ. ഖുർആനിൽ സൂറത്തുൽ അറാഫിലെ 180 അള്ളാഹു പറഞ്ഞു, വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അല്ലാഹ് പറയാണ്, പ്രവാചകന്മാരോട് പറയുകയാണ്, വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അല്ലാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരെ വിട്ടേക്ക് പ്രവാചകരെ, സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തു കൂട്ടിയതിന് അവർ വഴിയെ അനുഭവിക്കുന്നതാണ്. അള്ളാന്റെ നാമങ്ങളിലൊക്കെ കൃത്രിമം കാണിക്കുന്നവരെ ഓരോന്ന് ഉപദേശിച്ചിട്ട് കാര്യമില്ല. നന്നാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരോട് വിട്ടേക്ക് റസൂലേ, അവരെ ഞാൻ പിടിച്ചോളാം, അവർ വഴിയെ അതിന്റെ ഗൗരവം മനസ്സിലാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ നാമങ്ങളോ അവ അറിയിക്കുന്ന വിശേഷണങ്ങളോ അതിന്റെ വിധികളോ നിഷേധിക്കൽ, അങ്ങനൊന്നുമില്ല എന്ന് പറയൽ, അതൊരു ഇൽഹാദാണ്, കൃത്രിമം കാണിക്കല. അള്ളാഹിന്റെ നാമങ്ങളെ സൃഷ്ടികളുടെ നാമങ്ങളുമായി സാദൃശ്യം പുലർത്തൽ ഇൽഹാദാണ്. ഇതുപോലെ മുദബ്ബിറുൽ ആലം പോലെ അള്ളാഹുവിന് മാത്രമുള്ള അള്ളാഹുവിന്റെ നാമമായ നാമം ഒരു വ്യക്തിക്ക്, ഒരു സൃഷ്ടിക്ക് വെച്ചു കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിലുള്ള കൃത്രിമം കാണിക്കലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹ് പറയാണ്, സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ദുരന്തം, തിക്തഫലം അവർ അനുഭവിക്കും. അപ്പൊ അള്ളാന്റെ നാമങ്ങളുടെ മറ്റു സൃഷ്ടികളുടെ നാമങ്ങളുമായി സാദൃശ്യം പുലർത്തുക, ഇതൊക്കെ അള്ളാന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കല. അള്ളാഹുവിന്റെ നാമങ്ങൾ അസ്ഥാനത്ത് ഉപയോഗിക്കുക, അള്ളാന്റെ നാമങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഉപയോഗിക്കുക. ഇതുപോലെ മാലിക് അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു നാമ, സിനിമക്ക് കൊണ്ടുപോയി പേരിട്ടു. ഒരു സിനിമക്ക് അള്ളാഹുവിന്റെ ഒരു നാമം കൊണ്ടുപോയി ഇടുക, എന്നിട്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ട് ആടുക, ചാടുക, പാട്ടുപാടുക, അള്ളാഹു നിഷിദ്ധമാക്കിയ, പ്രവാചകൻ വിലക്കിയ മ്യൂസിക്കുകൾ ഇട്ടുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ആടുകയും ചാടുകയും ചെയ്യുക ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹ് പറയുകയാണ്, വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി,
അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഇങ്ങനെ കൃത്രിമം കാണിക്കുന്നവരുണ്ടല്ലോ, അവരെ വിട്ടേക്കൂ. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിന്റെ ഫലം അവർ വഴിയെ അനുഭവിച്ചുകൊള്ളും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല എന്നതാണ് ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏഴാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളിൽ മറ്റൊരാളിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്ത നാമങ്ങളുമുണ്ട്, മറ്റൊരാൾക്ക് ഇടാൻ പറ്റുന്ന നാമങ്ങളുമുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ചിലത് അള്ളാഹു അല്ലാത്തവർക്കും ഇടാൻ പറ്റിയതാണ്, ചിലത് അള്ളാഹുവിന് മാത്രം ഇടാൻ പറ്റിയതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഇട്ടാലും അതിൽ വ്യത്യാസം ഉണ്ടാകും, അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ ഇടാൻ പറ്റുന്നതുണ്ടാവും. ഏതുപോലെ റഊഫ്, ദയ കാണിക്കുന്നവൻ, അള്ളാഹുവിന്റെ ഒരു നാമവുമാണ്, പടപ്പുകൾക്ക് ഇടാൻ പറ്റിയ നാമാണ് റഊഫ് നാമട. ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ റഊഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ ഒരു നാമവുമാണ്, അള്ളാഹു അല്ലാത്തവർക്കും ഇടാൻ പറ്റിയ നാമാണ്. എന്നാൽ ഖാലിഖ് എന്ന് പേരിടാൻ പാടില്ല, കാരണം സൃഷ്ടിക്കുന്നവൻ അല്ലാതെ ആരുമില്ല. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ അവൻ സൃഷ്ടിച്ച കുറെ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഇങ്ങനെ പരാമർശിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ചോദ്യമാണ് ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 11-ാമത്തെ ആയത്താണ്. 10-ാമത്തെ ആയത്തിൽ ആകാശങ്ങളെ ഒരു തൂണും കൂടാതെ, നമുക്ക് കാണാവുന്ന ഒരു തൂണുമില്ലാത്ത വിധത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു എന്നും, ഭൂമിയെ അവൻ സംവിധാനിച്ചു എന്നും, പർവ്വതങ്ങളെ നമ്മളെ കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ ആണികളെന്നോണം സ്ഥാപിച്ചിട്ടുണ്ട് എന്നും, ഈ ഭൂമിയിൽ ധാരാളം ജീവികളെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും, ആകാശത്തു നിന്ന് നമുക്കാവശ്യമായ മഴ അവൻ അവതരിപ്പിക്കുന്നു എന്നും ഇറക്കുന്നു എന്നും, ആ മഴ മുഖേന ഭൂമിയിൽ സസ്യലതാദികൾ മുളച്ചു പൊങ്ങുന്നു എന്നുമൊക്കെ പറഞ്ഞിട്ട് അല്ല പറയാണ്, ഇങ്ങനെ സൃഷ്ടിക്കുന്നവൻ അല്ലയല്ലാതെ ആരാ? അപ്പൊ ഖാലിഖ്, സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം വരുന്ന നാമം വേറെ ആർക്കും ഇടാൻ പാടില്ല. അൽ ഹയ്യ്, ഹയ്യ് എന്ന നാമം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെ അള്ളാഹു അല്ലാതെ ആരുമില്ല, അതുകൊണ്ട് ഹയ്യ് എന്ന് ആർക്കും പേരിടാൻ പാടില്ല. അള്ളാഹുവിനല്ലാതെ ഒരു പടപ്പിനും അൽ ഹയ്യ് എന്ന് പേരിടാൻ പാടില്ല. അൽ ഖയ്യൂം എന്ന പേര് അള്ളാഹു അല്ലാത്തവർക്ക് ഇടാൻ പാടില്ല. അള്ളാഹു എന്ന പേര് ഒരിക്കലും ഇടാൻ പാടില്ല. എന്നാൽ ഇതിന്റെ കൂടെ അബദ് ചേർത്തിടാ, ഇൻഷാ അല്ലാഹ് അടുത്ത പോയിന്റ് ആയിട്ട് നമ്മളത് പറയും. അള്ളാഹുവിന്റെ അടിമ എന്നുള്ള നിലക്കിട, അല്ലാതെ ഇടാൻ പാടില്ല. എന്നാൽ റഊഫോ അബദ് ചേർക്കാതെ തന്നെ ഇടാ. റഊഫ്, റഹീം, അള്ളാഹു അബദ് ചേർക്കാതെ തന്നെ ഇടാൻ പറ്റിയ പേരാണ് റഊഫും റഹീമും പോലുള്ള അള്ളാഹുവിന്റെ ചില നാമങ്ങൾ എന്നതാണ് ഏഴാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. എട്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പേരിലേക്കല്ലാതെ അബ്ദ് എന്ന വാക്ക് ചേർത്തുകൊണ്ട് പേരിടാൻ പാടില്ല. ഇതുപോലെ അബ്ദു മനാഫ് പേരിടാൻ പാടില്ല. കാരണം മനാഫ് എന്നത് ഒരു വിഗ്രഹത്തിന്റെ പേരാണ്. അബ്ദു മനാഫ് എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിന്റെ അടിമ, ഇടാൻ പാടില്ല അങ്ങനത്തെ ഒരു പേര്. അബ്ദു ഷംസ്, സൂര്യന്റെ അടിമ, പേരിടാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹത്തോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, അബ്ദു ഷംസ്. നിന്റെ പേരെന്താ? അബ്ദു ഷംസ് എന്നാ, സൂര്യന്റെ അടിമ എന്നാ എന്റെ പേര്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഇന്നു മുതൽ നിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. നിന്റെ പേരെന്താണ്? അബ്ദുറഹ്മാൻ എന്നാണ്. അങ്ങോട്ട് പേരിട്ട് കൊടുക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു സഖ്റത്ത് ദൗസി, അബ്ദുറഹ്മാൻ ഇബ്നു സഖ്റത്ത് ദൗസി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുകയാണ്. പിന്നീട് ചരിത്രത്തിൽ അബൂ ഹുറൈറ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുകയാണ്. അപ്പൊ അബ്ദു ഷംസ് എന്ന് പേരിടാൻ പാടില്ല, അബ്ദുൽ മുത്തലിബ് എന്ന് പേരിടാൻ പാടില്ല, അബ്ദുൽ മനാഫ് എന്ന് പേരിടാൻ പാടില്ല. കൂട്ടത്തിൽ അബ്ദുൾ റഷീദും അബ്ദുൽ നാസറും അബ്ദുൽ സത്താർ ഒന്നും പാടില്ല. അത് അല്ലാഹ് ആ പേരില്ലാത്തതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഗൗരവ. കാരണം സൂര്യന്റെ അടിമ, വിഗ്രഹത്തിന്റെ അടിമ എന്നൊക്കെ അർത്ഥം വരുന്ന പേരുകൾ ഒരിക്കലും
പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് പ്രത്യേകം 8ാമതായി നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, 9ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില പേരുകൾ ഒറ്റക്ക് പറയാൻ പാടില്ല. അസ്മാഉൽ മുസ്ദവിജ എന്ന് അതിന് പറയാം. സാങ്കേതികമായിട്ട് മുസ്ദവിജ, ഇരട്ട നാമങ്ങൾ, ജോഡികളായി വരുന്ന നാമങ്ങൾ. അള്ളാഹുവിന്റെ ചില നാമങ്ങൾ ജോഡികളാണ്. അതിൽ ഒന്ന് മാത്രം എവിടെയും പറയാൻ പാടില്ല. അത് എഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ എന്ത് വേണം? ചേർത്തി പറയണം. ഉദാഹരണമായിട്ട് അൽ അവ്വലു വൽ ആഖിറു. അല്ലാഹ് അവ്വലാണ് എന്ന് പറയരുത്. അവ്വൽ എന്ന് പറഞ്ഞാൽ ആദ്യേ ഉള്ളവൻ എന്നാ, അപ്പൊ തന്നെ പറയണം എന്നും ഉള്ളവൻ. ആഖിറും കൂടിയാണ് അല്ലാഹ്. അല്ലാഹു ലാഹിറുമാണ് ബാത്തിനുമാണ് എന്ന് പറയണം. അല്ലാഹു ലാഹിർ മാത്രമല്ല, പരോക്ഷമായവൻ മാത്രമല്ല, പ്രത്യക്ഷമായവനുമല്ല. അല്ലാഹു ലാഹിർ എന്ന പ്രത്യക്ഷമായവൻ, അത് മാത്രമല്ല അവൻ ബാത്തിനു കൂടിയാണ്, പരോക്ഷമായവൻ കൂടിയാണ്. അതൊക്കെ എന്താണ് എന്ന് ആ നാമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. സഹോദരങ്ങളെ, 10ാമത്തെ കാര്യം, ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന അവസാനത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ചിലത് അള്ളാഹുവിന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പടപ്പുകൾക്ക് ഇടുക എന്നത് ഗുരുതരമായ തെറ്റായി മാറുന്ന നാമങ്ങളുണ്ട്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യന്റെ നാമം ഏതാണെന്നറിയോ? മലിക്കുൽ അംലാഖ്, ഷഹീൻ ഷാ എന്ന് പേരിടുക. അല്ലേ? എത്ര വ്യാപകമായി ആളുകൾക്കൊക്കെ ആളുകൾ ഇടുന്ന ഒരു പേരാ ഷഹീൻ ഷാ. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മലിക്കുൽ അംലാഖ്, അഥവാ രാജാക്കന്മാരുടെ രാജാവ്, രാജാതിരാജൻ. ആരാ? അല്ലാഹ് മാത്രമാണ്. ആ പേരിടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്നൽ അസ്മാഇ യൗമൽ ഖിയാമ ഇൻദല്ലാഹി റജുലുൻ തസമ്മാ മലിക്കൽ അംലാഖ്. അന്ത്യനാളിൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള നാമങ്ങളുടെ ഒരു നാമമാണ് മലിക്കുൽ അംലാഖ്, ഷഹീൻ ഷാ എന്ന നാമം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ 10 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ ആ 10 കാര്യങ്ങൾ, ഒന്ന്, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും. സഹോദരങ്ങളെ, നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ള അസ്മാഉല്ലാ എന്ന പഠന പരമ്പരയുടെ ആദ്യത്തെ ക്ലാസ് എന്ന നിലക്ക് നാം സൂചിപ്പിച്ചു വന്നത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളും ആ പഠനത്തിൻ്റെ പ്രാധാന്യവും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന 10 കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ഉത്തമമാണ് എന്നതും. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ തൗഖീഫിയ അഥവാ ഖുർആനിലും ഹദീസിലും വന്നവയിൽ പരിമിതപ്പെടുത്തേണ്ടവയാണ് എന്നും. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ് എന്നും. നാലാമത്തേത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇഹ്സാഅ് ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്നും. എന്താണ് ഇഹ്സാഅ് എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തേത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇത്ര എണ്ണമേ ഉള്ളൂ എന്ന് ക്ലിപ്തപ്പെടുത്തി പറയാൻ പാടില്ല എന്നതാണ്. ആറാമത്തേത്, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല എന്നതും. ഏഴാമത്തേത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹുവിന് മാത്രം ഇടാൻ പറ്റിയവയും പടപ്പുകൾക്കും ഇടാൻ പറ്റിയവയും ഉണ്ട് എന്നും. എട്ടാമത്തേത്, അള്ളാഹുവിൻ്റെ പേരിലേക്കല്ലാതെ അബ്ദ് എന്ന് ചേർത്ത് പേരിടാൻ പാടില്ല എന്നതും. ഒൻപതാമത്തേത്, അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ ജോഡികളായി വരുന്ന നാമങ്ങളാണ്, അവ ഒറ്റക്ക് പറയാൻ പാടില്ല. അല്ലാഹിറു വൽ ബാത്തിനു, അൽ ബാസിത്തു വൽ ഖാബിലു പോലുള്ള, അൽ അവ്വലു വൽ ആഖിറു പോലുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ. പത്താമതായി നമ്മൾ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചിലത് പടപ്പുകൾക്കിടാൻ പാടില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പടപ്പുകൾ കിട്ടാൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു നാമമാണ് മലിക്കുൽ അംലാഖ് എന്ന് വരുന്ന, അതേ അർത്ഥത്തിൽ വരുന്ന ഏത് നാമവും, അതിനാണ് ഷഹീൻ ഷാ എന്ന നാമം കൂടി നമ്മൾ ചേർത്തി പറഞ്ഞത്. ഈ നാമങ്ങളൊന്നും പടപ്പുകൾക്ക് ഇടാൻ പറ്റാത്ത നാമങ്ങളാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ധാരണയിലുള്ള എന്നാൽ തിരുത്തേണ്ട ചില പേരുകളാണ് റഷീദ്, നാസിർ, അതുപോലെ തന്നെ പിന്നെ സത്താർ പോലുള്ള നാമങ്ങൾ. അതൊന്നും അള്ളാഹുവിൻ്റെ നാമങ്ങളല്ല. അതൊന്നും ഖുർആനിലോ ഹദീസിലോ ഒന്നും
സ്ഥിരപ്പെട്ടു വന്നതല്ല. എന്നാൽ സിത്തീർ എന്ന നാമം അള്ളാഹുവിനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവിടെ എത്തുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. നസീർ എന്ന നാമം അള്ളാഹുവിനുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ ചർച്ച ചെയ്യാം. നമ്മൾ പറഞ്ഞു ചില ഹദീസുകളിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ ഇത്ര എണ്ണമാണെന്ന് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആ പ്രാർത്ഥന അത് നമ്മൾ നിർബന്ധമായും മനഃപ്പാടമാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട പ്രാർത്ഥനയാണെന്നും അത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷമവും ദുഃഖവും ഒക്കെ മാറിക്കിട്ടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രാർത്ഥന നാം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിന്റെ പ്രിന്റ് നമ്മുടെ കൈകളിൽ നൽകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിന് വരുന്ന ആളുകൾ കഴിയുന്നത്ര അവ ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മൊബൈൽ നോട്ടിലെങ്കിലും ഒന്ന് നോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു നോട്ട്ബുക്കും പേനയും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഇനി അള്ളാഹുവിന്റെ ഓരോ നാമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് എത്ര തവണ വന്നിട്ടുണ്ട്, ആ നാമം വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. പ്രസ്തുത പ്രാർത്ഥനകൾ വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്ത് വിതരണം ചെയ്ത് പ്രാർത്ഥനകൾ പഠിക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഇത്തരം ക്ലാസ്സുകളിൽ വരും. സുഹൃത്തുക്കളെ, ചുരുക്കി ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ ഏത് നാമം പഠിച്ചാലും അതിൽ നമുക്ക് ഖൗഫുമുണ്ട്, റജാവുമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഖൗഫും റജാവും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുമുണ്ട്, പേടിയുണ്ട്. അള്ളാഹു സമീഅ ആണ് എന്ന് പഠിച്ചു നമ്മൾ. അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ്. അതിൽ നമുക്ക് പേടിക്കാനൊരു കാര്യമുണ്ട്. എന്താ? ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ട്. ഞാൻ ആരോട് പറഞ്ഞാലും, ആരും കേൾക്കാതെ പറഞ്ഞാലും, വാതിൽ അടച്ചിട്ട് പറഞ്ഞാലും, എൻ്റെ ഭാര്യ അറിഞ്ഞില്ലെങ്കിലും, എൻ്റെ മക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിലും എൻ്റെ റബ്ബ് കേൾക്കും. അവൻ അസ്സമീഅ, എല്ലാം കേൾക്കുന്നവനാണ് എന്ന പേടിയുടെ ഒരു വശമുണ്ട്. അതോടൊപ്പം അതിൽ ഒരു പ്രതീക്ഷയുടെ വശമുണ്ട്. എന്താണ്? എൻ്റെ വിഷമം ഞാൻ പറഞ്ഞു, എൻ്റെ റബ്ബ് കേൾക്കും. എനിക്ക് എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ടാകും. അവൻ എല്ലാം കേൾക്കുന്നവനാണ്. എനിക്ക് ആരോട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ വിഷമം എൻ്റെ റബ്ബിനോട് പറയാലോ, അവൻ സമീഅയാണ്. കണ്ടോ? ഇങ്ങനെ ഏത് നാമം പഠിക്കുമ്പോഴും അതിൽ നമുക്ക് ഖൗഫും റജാവും ഉണ്ടാകും. നമ്മുടെ ജീവിതം തന്നെ മാറും ഇൻഷാ അല്ലാഹ്. അള്ളാഹ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള ആഴമുള്ള ഈ പഠനത്തിലേക്ക് മുടങ്ങാതെ, ഇടതടവില്ലാതെ എല്ലാവരും കൃത്യമായി തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കണം എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനേ. അള്ളാഹുവേ, നിന്റെ നാമങ്ങളെക്കുറിച്ചുള്ള ഈ പഠനം ഞങ്ങൾക്ക് ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന ഒരു പഠനമാക്കി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. അതിന് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.